അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തെയും ആഗോള സുരക്ഷാ സമവാക്യങ്ങളെയും പാടെ മാറ്റിമറിക്കുന്ന സുപ്രധാനമായ ഒരു നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വൻകിട യുദ്ധമോ സൈനിക പ്രതിസന്ധിയോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വടക്കൻ അറ്റ്ലാന്റിക് സഖ്യത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലഭ്യമാക്കാറുള്ള സൈനിക ശേഷിയും അടിയന്തര സന്നാഹങ്ങളും ഗണ്യമായി വെട്ടിക്കുറയ്ക്കാനാണ് വാഷിംഗ്ടണിന്റെ പുതിയ തീരുമാനം. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക കൂട്ടായ്മയായ നാറ്റോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിനാണ് ഇതിലൂടെ തുടക്കമാകുന്നത്. റോയിറ്റേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം നാറ്റോയുടെ കീഴിലുള്ള പുതിയ യുദ്ധകാല പ്രതിരോധ സംവിധാനമായ നാറ്റോ ഫോഴ്സ് മോഡലിൽ അമേരിക്ക കാത്തു സൂക്ഷിച്ചിരിക്കുന്ന തങ്ങളുടെ പങ്കാളിത്തവും സൈനിക വാഗ്ദാനങ്ങളുമാണ് പെന്റഗൺ ഇപ്പോൾ കുറയ്ക്കുന്നത്. ഒരടിയന്തര സാഹചര്യത്തിൽ പെട്ടെന്ന് വിന്യസിക്കാൻ തക്കവണ്ണം മാറ്റിവെച്ചിരിക്കുന്ന സൈനികരുടെ എണ്ണത്തിലും വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങിയ ആയുധ സന്നാഹങ്ങളിലും ഈ കുറവ് പ്രതിഫലിക്കും. നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്നതാണ് ഈ പുതിയ നയം. ബ്രസീലിൽ നടക്കാനിരിക്കുന്ന പ്രതിരോധ നയരൂപീകരണ മേധാവികളുടെ സുപ്രധാന യോഗത്തിൽ ഈ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടേക്കുമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചന. ട്രംപ് ഭരണകൂടത്തിലെ പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വരാനിരിക്കുന്ന ജൂലൈയിലെ തുർക്കി നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായി ഈ പുതിയ ഫോഴ്സ് മോഡൽ പുനഃക്രമീകരണം പൂർത്തിയാക്കുക എന്നതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള മാറ്റം യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. യൂറോപ്പിലെ പ്രായോഗികമായ സൈനിക വിന്യാസങ്ങളിൽ ഇതിനോടകം തന്നെ അമേരിക്ക വലിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. ജർമ്മനിയിൽ നിലയുറപ്പിച്ചിരുന്ന 5000-ഓളം സൈനികരെ പിൻവലിക്കാനുള്ള പെന്റഗണിന്റെ തീരുമാനം ഇതിന്റെ ആദ്യപടിയായിരുന്നു. കൂടാതെ റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പോളണ്ടിലേക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന ആർമി ബ്രിഗേഡിന്റെ റൊട്ടേഷൻ വിന്യാസം പെട്ടെന്ന് റദ്ദാക്കിയതും സഖ്യകക്ഷികളെ ഞെട്ടിച്ചിട്ടുണ്ട്. പോളണ്ടിലേക്ക് തിരിക്കാൻ എയർപോർട്ടുകളിൽ എത്തിയ സൈനികർക്ക് വരെ യാത്ര റദ്ദാക്കാനുള്ള അടിയന്തര നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യത്തിന്റെ ഈ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് പിന്നിൽ നിലവിലെ ചില അന്താരാഷ്ട്ര യുദ്ധ സാഹചര്യങ്ങളും കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇറാനുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന കനത്ത സാമ്പത്തിക സൈനിക ബാധ്യതകളും അമേരിക്കയെ തങ്ങളുടെ ആഗോള സൈനിക മുൻഗണനകൾ മാറ്റാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ജർമ്മനിയുടെ ചാൻസലർ ഫ്രീഡിച്ച് മെർച്ച് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയുടെ ഇറാൻ നയങ്ങളെ ശക്തമായി വിമർശിച്ചതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്പിന്റെ സുരക്ഷയ്ക്കായി അമേരിക്കൻ നികുതിപ്പണം ഇനി അനാവശ്യമായി ചിലവഴിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ട്രംപ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ സുരക്ഷാ ചുമതലകൾ പൂർണ്ണമായും അവിടുത്തെ പ്രാദേശിക രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ദീർഘകാലത്തെ ആവശ്യമാണ്. നാറ്റോയിലെ ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ GDPയുടെ നിശ്ചിത ശതമാനം പ്രതിരോധത്തിനായി ചിലവഴിക്കുന്നില്ലെന്നും പകരം അമേരിക്കയുടെ സൈനിക കരുത്തിന്മേൽ സൗജന്യമായി സുരക്ഷ ഉറപ്പാക്കുകയാണെന്നുമാണ് ട്രംപിന്റെ പ്രധാന ആക്ഷേപം. തങ്ങളുടെ പ്രതിരോധ ശേഷി സ്വയം വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളെ നിർബന്ധിതരാക്കുക എന്ന തന്ത്രമാണ് സൈനിക വെട്ടിക്കുറക്കലിലൂടെ വാഷിംഗ്ടൺ നടപ്പിലാക്കുന്നത്. എന്നിരുന്നാലും പരമ്പരാഗത സൈനിക വ്യൂഹങ്ങളെ പിൻവലിക്കുമ്പോഴും നാറ്റോ രാജ്യങ്ങൾക്കുള്ള തങ്ങളുടെ ആണവ പ്രതിരോധ വാഗ്ദാനങ്ങൾ അമേരിക്ക പൂർണ്ണമായും റദ്ദാക്കില്ലെന്ന് എൽബ്രിഡ്ജ് കോൾബി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു ആണവ യുദ്ധമുണ്ടായാൽ അമേരിക്ക ഒപ്പമുണ്ടാകും. എന്നാൽ സാധാരണ പീരങ്കികളും ടാങ്കുകളും കാലാൾപ്പടയും ഉപയോഗിച്ചുള്ള പരമ്പരാഗത യുദ്ധങ്ങളിൽ യൂറോപ്പ് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഈ വേർതിരിവ് നാറ്റോയുടെ പ്രതിരോധ ശേഷിയുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണെന്ന് പല പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ വർഷങ്ങളായി തങ്ങളുടെ വ്യോമ പ്രതിരോധം, അത്യാധുനിക രഹസ്യാന്വേഷണ വിവരങ്ങൾ, ദീർഘദൂര ലോജിസ്റ്റിക്സ് തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിൽ പൂർണ്ണമായും അമേരിക്കയെയാണ് ആശ്രയിക്കുന്നത്. അമേരിക്കൻ സൈന്യം പെട്ടെന്ന് തങ്ങളുടെ വിഭവങ്ങൾ പിൻവലിച്ചാൽ ആ വിടവ് നികത്താൻ യൂറോപ്പിന് പെട്ടെന്ന് കഴിഞ്ഞേക്കില്ല. ആവശ്യത്തിന് യുദ്ധസാമഗ്രികളും ആധുനിക സാങ്കേതിക വിദ്യകളും സ്വന്തമായി വികസിപ്പിച്ചെടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വർഷങ്ങളുടെ കഠിനാധ്വാനവും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപവും ആവശ്യമായി വരും. അതേസമയം വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിലുള്ള കോൺഗ്രസ് അംഗങ്ങൾക്കിടയിലും പെന്റഗണിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഡെമോക്രാറ്റിക് പ്രതിനിധികളും ചില റിപ്പബ്ലിക്കൻ നേതാക്കളും ഒരുപോലെ ഈ തീരുമാനത്തെ വിമർശിച്ചു.
നാറ്റോ സഖ്യകക്ഷികളെ കൈവിടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് അവരുടെ പ്രധാന ആശങ്ക. ഉക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുകയും കടുത്ത വ്യോമാക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിൽ അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുന്നത് റഷ്യയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇതേ സമയത്താണ് റഷ്യയും ചൈനയും തമ്മിലുള്ള സൈനിക തന്ത്രപ്രധാന സഖ്യം മുൻപത്തേക്കാളും ശക്തമാകുന്നത്. വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും തങ്ങളുടെ സംയുക്ത ശക്തി ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാശ്ചാത്യ ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക സഖ്യത്തിൽ വിള്ളലുണ്ടാകുന്നത് ആഗോള ശക്തി സമവാക്യങ്ങളെ ചൈനയ്ക്കും റഷ്യയ്ക്കും അനുകൂലമാക്കാൻ ഇടയാക്കും. അമേരിക്കൻ സാന്നിധ്യം കുറയുന്നതോടെ കിഴക്കൻ യൂറോപ്പിൽ റഷ്യയുടെ സ്വാധീനവും ഭീഷണിയും ഇരട്ടിക്കുമെന്നാണ് പോളണ്ട് ഉൾപ്പെടെയുള്ള അതിർത്തി രാജ്യങ്ങൾ ഭയപ്പെടുന്നത്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഇതിനോടകം തന്നെ യൂറോപ്പിലെ വൻകിട ആയുധ നിർമ്മാണ കമ്പനികളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായി യൂറോപ്പിന്റെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമാണ് ഏക പോംവഴിയെന്ന് അദ്ദേഹം സഖ്യകക്ഷികളെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും അമേരിക്കയെ പോലെ ശക്തമായ ഒരു സൈനിക ശക്തി പെട്ടെന്ന് പിന്നോട്ട് പോകുമ്പോൾ നാറ്റോയുടെ പവർ ബാലൻസ് പൂർണ്ണമായും തകിടം മറിയും. വരും ദിവസങ്ങളിൽ ബ്രസൽസിൽ നടക്കുന്ന യോഗങ്ങളിൽ ഈ സുരക്ഷാ പ്രതിസന്ധി കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്.